ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇടിയപ്പം എങ്ങനെ കറക്റ്റായിട്ട് കട്ടിയൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇടിയപ്പത്തിന് ആവശ്യമായ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതുപോലെ കൊമള വന്ന് ആ ഒരു പരുവാണ്. വെള്ളം തിളയ്ക്കാൻ പാടില്ല. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം റെഡി ആവത്തില്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുകയാണ്. വെള്ളം ഒന്നിച്ച് അങ്ങോട്ട് ഒഴിക്കരുത്. നമ്മുടെ ആ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം പെർഫെക്റ്റായിട്ട് വരും. നന്നായിട്ട് പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചിലേക്ക് ഇടാൻ എളുപ്പത്തിന് ചെറിയ ഉണ്ടയാക്കി എടുക്കുകയാണ്. ഞാൻ ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് ഇത്തിരി എണ്ണയൊക്കെ തടവി കൊടുക്കുകയാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇടിയപ്പം നല്ല കറക്റ്റായിട്ട് നൂല് പോലെ ചാടണുണ്ട്. മുറിഞ്ഞു പോകത്തോ ഇല്ല, ഒന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇടിയപ്പം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ടുകൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. 3 തട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ അത്ര 3 തട്ട് കിട്ടും. അപ്പോൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണവർക്ക് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചും സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം. നല്ല സോഫ്റ്റായ ഇടിയപ്പമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ. അതുവരേക്കും അസ്സലാമു അലൈക്കും.